ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വിശ്വസ്തത എന്ന വിഷയത്തെക്കുറിച്ച് നാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയും മനുഷ്യൻ്റെ വിശ്വസ്തതയും എപ്രകാരമായിരിക്കുന്നു, അത് വെളിപ്പെടുന്നത് എങ്ങനെ, ഏതെല്ലാം കാര്യങ്ങളിലാണ്, എങ്ങനെയൊക്കെയാണ് വെളിപ്പെടുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ഭാഗങ്ങളിൽ പഠിക്കാനിടയായി തീർന്നത്. ഇന്ന് വീണ്ടും മനുഷ്യൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് നമുക്കൊരു ഭാഗവും കൂടി ചിന്തിക്കാം. സങ്കീർത്തന പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയെങ്കിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല ആഗ്രഹങ്ങളുമുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയിൽ പല ആഗ്രഹങ്ങളുമുണ്ട്. ഇത് രണ്ടും ഒന്നായിരിക്കണമെന്നില്ല. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വചനം. അപ്പോൾ അപേക്ഷിക്കുന്നതൊന്നും ആഗ്രഹിക്കുന്നത് മറ്റൊന്നും ആയിരിക്കുന്ന ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ പലരുടെയും പ്രാർത്ഥനയുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ ആഗ്രഹം എന്തെന്നുള്ളത് ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിന് മാത്രമേ അറിയാൻ സാധിക്കൂ. ചോദിക്കുന്നത് തന്നെ ആഗ്രഹിക്കുമ്പോൾ അത് ആ പ്രാർത്ഥന ഹൃദയപൂർവ്വമുള്ള പ്രാർത്ഥനയായിത്തീരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ കേൾക്കാനിടയായി തീർന്നത്, ഇപ്രകാരം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉദിക്കുന്ന ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ ദൈവം ഒരു വഴി പറയുകയാണ്. അതായത് നമ്മൾ പലതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമുക്ക് എന്താ വേണ്ടത്? ഒരാളിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്കൊരു ഭവനം പണിയണം, എനിക്കൊരു ജോലി വേണം. ജോലി കിട്ടുന്നതിനുള്ള ചിലവും ഭവനത്തിൻ്റെ ചിലവും എല്ലാം കൂടി ഒരു 50 ലക്ഷം രൂപ വേണം. ഇത് രണ്ടും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ്റെ ആത്മീക ജീവിതത്തിന് ആഗ്രഹം എന്തെന്നുള്ളത് അവനിൽ വസിക്കുമാറാക്കിയ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ആ ആത്മാവ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ ദൈവജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം അല്ല നമ്മൾ വസിക്കുമാറാക്കിയ ആത്മാവിൻ്റെ ശബ്ദം. അത് ഞരക്കങ്ങളായിട്ടാണ്, അത് ചില ശബ്ദങ്ങളായിട്ടാണ് പുറപ്പെടുവിക്കുന്നത്. അതായത് ഒരു സ്ത്രീ തൻ്റെ ഒരു കുഞ്ഞുമായിട്ട് പോവുകയാണ്, ഒരു കടയിൽ പോവുക. കടയിൽ ചെന്നപ്പോൾ ഒരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ടാണ് പോകുന്നത്. കണ്ട് മരുന്നൊക്കെ മേടിച്ച് പോകാൻ നേരത്ത് ഡോക്ടർ പറഞ്ഞു, ഈ കടയിൽ കാണുന്ന ചില മിഠായി ഉണ്ട്, അതൊക്കെ ഈ ഗ്യാസിൻ്റെ മിഠായി എന്ന് പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മേടിച്ച് കൊടുക്കരുത് എന്ന് തള്ളയോട് പറഞ്ഞു. തള്ളയും കുഞ്ഞുമായിട്ട് കടയിൽ പോയി നിന്നു. അവന് ഗ്യാസ് മിഠായി വേണം, അവന് ഗ്യാസ് മിഠായി വേണം. അമ്മ കടക്കാരനെ കണ്ണടച്ച് കാണിച്ചു, കൊടുക്കരുത്. അതിന് പകരം വേറൊരു മിഠായി ചോദിച്ചു. കടക്കാരൻ പറഞ്ഞു, ഗ്യാസ് മിഠായി ഇല്ല. അമ്മ ചോദിച്ച മിഠായി ഉണ്ട്, അത് വേണമെങ്കിൽ തരാം. അത് മേടിച്ചുകൊണ്ട് അവർ ഭവനത്തിലേക്ക് പോയി. അപ്പോൾ ഇതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അവന് വേണ്ടതെന്തെന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞരക്കം കൊണ്ട് ആത്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. പുറമേ ഉള്ളവൻ വേറെ ചില പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം സുബോധമില്ലാത്ത പ്രാർത്ഥനയെന്നാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്.
എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. സുബോധമുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടതെന്നും നമുക്ക് എന്താ വേണ്ടതെന്നും അറിഞ്ഞ് ആ അറിവിൻ പ്രകാരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സുബോധത്തിൻ്റെ പ്രാർത്ഥന. എന്നാൽ വിശ്വാസത്തിൽ വന്ന് അനേക നാളായിട്ടും സുബോധത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തവരുണ്ട്. എന്തെന്നാൽ അവർ പല കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കുന്നു. വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അവർ എത്ര പ്രാർത്ഥിച്ചാലും അവർക്കൊന്നും കിട്ടുന്നില്ല. കാരണം അവരുടെ വായ കൊണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരിൽ വസിക്കുമാറാക്കിയ ആത്മാവ് ഞരക്കങ്ങളാൽ പ്രകാരം പറയുന്നുണ്ട്, കൊടുക്കണ്ട. കൊടുത്താൽ ഈ വ്യക്തി നിലനിൽക്കില്ല, അതവൻ ആവശ്യമില്ലാത്തതാണ്, അതുകൊണ്ട് അവൻ്റെ പ്രാണന് ദോഷമേ വരൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വസിക്കുമാറാക്കിയ ആത്മാവ് ഞരക്കങ്ങളാൽ ഉച്ചരിച്ച് പറയും. ഇങ്ങനെ പറയുമ്പോൾ ദൈവം മനുഷ്യൻ്റെ വാഗൊണ്ട് എന്ത് പറയുന്നു എന്നുമല്ല നോക്കുന്നത്, ഹൃദയം കൊണ്ട് എന്ത് പറയുന്നുവോ അതാണ് ശ്രദ്ധിക്കുന്നത്. അത് ദൈവം അവന് കൊടുക്കും. അപ്പോൾ ഹന്ന തൻ്റെ ജീവിതത്തിൽ തനിക്ക് എന്ത് വേണം? എപ്പോൾ പ്രാർത്ഥിച്ചാലും എനിക്കൊരു കൊച്ചു വേണം, എനിക്ക് ഒരു ആൺകുട്ടിയെ വേണം, മകനായിട്ട് വേണം. ഇത് നാളുകളായിട്ട് പ്രാർത്ഥന തുടങ്ങി. ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഈ മകനെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അന്നയ്ക്ക് പല ഉദ്ദേശങ്ങളുമുണ്ട്. അവൻ തലമുറയിൽ ഒന്നുകിൽ ഒരു നല്ലൊരു യോദ്ധാവായി തീരണം, അല്ലെങ്കിൽ ഇസ്രായേൽ നല്ലൊരു കച്ചവടക്കാരനായി തീരണം, അല്ലെങ്കിൽ ഒരു വൈദ്യനായി തീരണം, ഇല്ലെങ്കിൽ ഇസ്രായേൽ ഒരു ശ്രേഷ്ഠമായ രാജ്യത്വമുള്ള ഇങ്ങനെയുള്ള ധാരാളം ആഗ്രഹങ്ങളെല്ലാം അന്നയ്ക്കുണ്ട്. അന്ന പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ അന്നയുടെ ഉള്ളിൽ നിന്ന്, അന്നയുടെ ഹൃദയം കൊണ്ട് വരുന്ന ഞരക്കം, അത് വേണ്ട, അത് വേണ്ട, ഇപ്പം അന്നയ്ക്ക് കുട്ടിയത് വേണ്ട. കാരണം അവൾ ഉദ്ദേശിച്ച് ചോദിക്കുന്ന ചോദ്യം വേറെയാണ്, അവളുടെ ഉദ്ദേശം വേറെയാണ്. അതുകൊണ്ട് അത് ഇപ്പം അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആത്മീയമായി അവൾക്ക് നന്നായിരിക്കില്ല. ഇത് ഉച്ചരിച്ചു വിടാത്ത ഞരക്കങ്ങളാൽ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ട്. അത് അന്നെ അറിയുന്നില്ല, പുറത്താരും കേൾക്കുന്നില്ല. ഒടുവിലൊരു താൻ വിഷമിച്ച് തൻ്റെ എതിരാളികൾ കുത്തുവാക്ക് പറഞ്ഞ് താൻ പീഡിപ്പിക്കപ്പെട്ട് ഏറ്റവും പ്രയാസത്തിലായി ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് അന്ന നിശ്ചയിച്ച് ഹൃദയവേദന കൊണ്ട് പട്ടിണി കിടന്നു. പട്ടിണി കിടന്നതിന് ശേഷം, അങ്ങനെ കുറേ സമയം കിടന്നു കഴിഞ്ഞതിന് ശേഷം അവൾ പെട്ടെന്ന് ആത്മാവിനാൽ പ്രേരിതമായി അവൾ എഴുന്നേറ്റു നേരെ ആലയത്തിലേക്ക് ചെന്നു. ആലയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഒരു പ്രാർത്ഥന ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ രണ്ടുപേര് പ്രാർത്ഥിച്ചു. ആദ്യം തൻ്റെ വായ കൊണ്ട്, തൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ഹൃദയം കൊണ്ട് ഉച്ചരിച്ചിടാത്ത ഞരക്കങ്ങളാൽ പ്രാർത്ഥിച്ചു. വായ കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അവിടെ നിർത്തിയതിന് ശേഷം ഈ വേദന കൊണ്ട് ആലയത്തിൽ ചെന്ന് നിന്നു. തന്നെ വായ കൊണ്ടുള്ള പ്രാർത്ഥനയല്ല, പിന്നെയോ ഹൃദയം കൊണ്ട് സംസാരിച്ചു എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹൃദയത്തിലുള്ള പ്രാർത്ഥന അന്നയുടെ അധരങ്ങളിൽ കൂടി ഉച്ചരിച്ചു വന്നു. അതിന് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. അതാ ഈ ഞരക്കമെന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. ദൈവത്തിനുള്ള പ്രാർത്ഥന അതാണ്. കാരണം ഈ അന്നയെക്കുറിച്ച്, അന്ന ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പേ തന്നെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനത്തിൽ ഇവൾ ജനിക്കുമെന്നും ഇവൾ ജനിച്ചു കഴിഞ്ഞാൽ ഇവളുടെ ജീവിതത്തിൽ ഇവൾക്ക് ജനിക്കുന്ന ഒരു ശിശു അത് ആൺകുട്ടിയെ ആയിരിക്കും. അത് ആദ്യമായി ജനിക്കുന്നത് ആദിജാതനായ ആ മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ശുശ്രൂഷകനായി തീരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. അവനെന്നും നാസീറായിരിക്കണമെന്നും
ഇസ്രായേലിന് അവൻ ന്യായപാലനം ചെയ്യുമെന്നുള്ളതെല്ലാം എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് അന്നെ അറിയുന്നില്ല. അന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുമ്പോഴും ഈ വിഷയം പുറത്തു വരില്ല. ഈ കാര്യം, അന്നയെക്കുറിച്ചുള്ള ഈ മുന്നറിവിൻ്റെ കാര്യം അറിയുന്നത് ദൈവമാണ്. അത് സ്വർഗത്തിൽ എഴുതി വച്ചിരിക്കുക. അത് ദൈവം അന്നയുടെ പ്രാണനോട് പറയുന്നുണ്ട്, അന്നയുടെ ഹൃദയത്തോട് പറയുന്നുണ്ട്. ഇതാണ് നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശം. പക്ഷെ ഹൃദയം കൊണ്ട് പറയുന്നതല്ല, അന്നയ്ക്ക് വേറെ പ്രാർത്ഥനയാണ്. അങ്ങനെ ഒടുവിൽ അവളുടെ ഹൃദയം ചൂടുപിടിച്ചു. ധ്യാനത്തിങ്കൽ തീ കത്തി, നാവെടുത്ത് സംസാരിച്ചു എന്ന് വചനത്തിലുള്ളതുപോലെ അവൾ കഷ്ടപ്പെട്ട് വലഞ്ഞപ്പോൾ, വേദന കൊണ്ട് വലഞ്ഞപ്പോൾ, അവൾ ആത്മാവിൽ പ്രേരിതമായി ആലയത്തിൽ ചെന്ന് നിന്നു. അവൾ അധരം കൊണ്ട് ചോദിച്ചു, ദൈവസന്നിധിയിൽ തൻ്റെ സമർപ്പണം പറഞ്ഞു. കർത്താവേ, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തരുന്നുവെങ്കിൽ ഞാൻ അവനെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് തരും. ജീവപര്യന്തം അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടിയിക്കുകയില്ല. അവൻ ദൈവത്തിന് നാസീറായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതായത് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ അങ്ങനെ തന്നെ അന്ന തൻ്റെ അധരം കൊണ്ട് ഉച്ചരിച്ചു. അധരത്തിന് എവിടെ നിന്ന് കിട്ടി? അന്നയുടെ അധരം ഹൃദയത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് അധരം ഉച്ചരിച്ചു. ഹൃദയത്തിന് എവിടെ നിന്ന് കിട്ടി? ദൈവം ഹൃദയത്തോട് സംസാരിക്കുന്നവനാണ്. അന്നയുടെ ഹൃദയത്തോട് ദൈവം സംസാരിച്ചത്, ആ ദൈവിക ഉദ്ദേശം അന്നയുടെ വായിൽ കൂടി പുറത്തേക്ക് വന്നു. അതോടുകൂടി പ്രശ്നം തീർന്നു. ആ പ്രാർത്ഥന കൃത്യമായ സുബോധത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. അവിടെ ആരും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നില്ല, അന്നയ്ക്കതിന് യോഗ്യതയില്ല എന്ന് പറയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം തന്നെ, ദൈവേഷ്ടപ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് നിങ്ങൾ അറിയുന്നു എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ, അന്ന പ്രാർത്ഥിച്ചതും ദൈവത്തിൻ്റെ ഇഷ്ടവും അന്നയെക്കുറിച്ചുള്ള മുൻനിർണയവും എല്ലാം ഒരുപോലെ സുബോധത്തിൻ്റെ പ്രാർത്ഥനയായി ദൈവത്തിന് നിർദ്ദേശിച്ചു. എന്നാൽ ഇത് ഇത്രയും താമസിച്ചിട്ട് കാരണം എന്താണ്? ഇത്രയും താമസിച്ചത് മുമ്പാകാമായിരുന്നല്ലോ. ഇന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലും പല ആഗ്രഹങ്ങളും പല ഉദ്ദേശങ്ങളും പല ലക്ഷ്യങ്ങളും പല ആശയങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്തെന്ന് നമ്മൾ പോലും അറിയുന്നില്ല. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിക്കാൻ എന്താ വഴി? ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെ, നമ്മളിൽ നിന്ന് നമ്മുടെ വാഗൊണ്ട് ഉച്ചരിക്കുന്ന വാക്കുകളല്ല, ഹൃദയത്തിലെ യഥാർത്ഥത്തിൽ ഉള്ള ആവശ്യങ്ങൾ എന്തറിയും? വചനം പറയുന്നത് ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ്, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ. ഇതിനാണൊരു വഴി കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നേടാൻ ഒരു വഴി ദൈവം പറഞ്ഞു തന്നിരിക്കുക. എന്താണെന്നറിയാമോ? 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കിട്ടും. 1, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. നന്മ എല്ലാവരും, അനേകം പേര് നന്മ ചെയ്യുന്നതാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ ഓർത്ത് നന്മ ചെയ്യുക. ശല്യം പോകട്ടെ എന്ന് വിചാരിച്ച് സഹായിക്കുന്നവരുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ പുകഴ്ച കിട്ടാൻ ചെയ്യുന്നവരുണ്ട്, ഒരു ധർമ്മം എന്നുള്ള നിലയ്ക്ക് നിയമത്തിൻ്റെ മുമ്പിൽ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു കാര്യവും വേണ്ട. ശൂന്യംകാരത്തിക്ക് മക്കളില്ല, ഇനി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയില്ല. കാരണം അവളുടെ ഭർത്താവ് വൃദ്ധനായി ഒരു ഭർത്താവ്. ഇനി തനിക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു, അതിനാൽ ഒരു നന്മയുണ്ടാകും എന്നുള്ള വിശ്വാസമൊന്നുമില്ല, അതിൽ ആഗ്രഹമില്ല. പണ്ടൊക്കെ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ആ എലീശ പ്രവാചകൻ ഈ ശൂന്യംകാരത്തിയുടെ ഭവനത്തിൻ്റെ സമീപത്തു കൂടി പല പ്രാവശ്യം പോയി. അങ്ങനെ പോകുന്നത് പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ശൂന്യംകാരത്തി ഭർത്താവിനോട് പറഞ്ഞു,
നമ്മുടെ ഭവനത്തിൻ്റെ സമീപത്തു കൂടി ഈ പോകുന്ന മനുഷ്യൻ ഒരു ദൈവപുരുഷനെന്ന് എന്നാണ് എനിക്ക് തോന്നിയത്. നമുക്കൊരു കാര്യം ചെയ്യാം, അവൻ ഇതിലേ വരുമ്പോൾ നാം അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കാം. അങ്ങനെ അടുത്ത പ്രാവശ്യം എലീശ പ്രവാചകൻ അതിലേ വന്നപ്പോൾ ശൂന്യം കയർത്തി വീട്ടിലേക്ക് വന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകാം നിർബന്ധിച്ചപ്പോൾ പ്രവാചകൻ അതിലേ വന്നു. തുടർന്ന് പ്രവാചകൻ അതിലേ വന്നാൽ അവന് താമസിക്കാനായിട്ട് ഒരു ചുവരോടുകൂടി ഒരു മുറി ഉണ്ടാക്കി അതിനകത്ത് ചില ക്രമീകരണങ്ങളും താമസിക്കാൻ തക്കതായ കാര്യങ്ങൾ ചെയ്തു. പിന്നീട് ഉണ്ടായ സംഭവം, ആ ഭാഗത്തേക്ക് ഏത് സമയത്ത് പോയാലും പ്രവാചകൻ തൻ്റെ ദാസനുമായി അവിടെ പോയി വിശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് പോകും, അവിടെ വന്ന് ഭക്ഷണം കഴിക്കും. കാര്യങ്ങളെല്ലാം എലീശ നോക്കിയപ്പോൾ കുറേ നാളായിട്ടും കാര്യങ്ങൾ, കാരണം ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്മേൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടാവണമല്ലോ. അവിടെ വന്നിരുന്നപ്പോൾ ഗേഹസിയോട് ചോദിച്ചു, ഗേഹസിയെ, നമ്മൾ ഇതിലെ പോകുന്നു, ഇവിടെ കയറി താമസിക്കുന്നു, അവൾ ശൂന്യം കാര്യത്തിൽ നമ്മൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു, ഭക്ഷണം തരുന്നു, നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നു, സ്നേഹിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു, നമുക്ക് അവൾക്കൊന്നും കൊടുത്തില്ലല്ലോ. ഗേഹസി പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, ഒരു വിഷയമുണ്ട്, അവൾക്ക് മക്കളില്ല. ഗേഹസി ഈ കാര്യം പറഞ്ഞു. അത് എലീശ പ്രവാചകൻ അറിയുന്നു. അവളെ വിളിച്ചു, ശൂന്യക്കാരത്തെ വിളിച്ച്, നീ ഇത്ര താല്പര്യത്തോടെയൊക്കെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നല്ലോ, ഞങ്ങൾ എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യണ്ടേ? നിനക്കെന്ത് വേണം? രാജാവിനെ കൊണ്ടോ സേനാധിപതിയെ കൊണ്ടോ ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി, ചെയ്യും. അന്ന് എലീശ പ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എഴുന്നേറ്റ് നിൽക്കും. കാരണം എലീശ പ്രവാചകൻ്റെ ആ സമയത്ത് രാജാവ് എലീശ പ്രവാചകനെ വിളിക്കുന്നത് പിതാവെന്നാണ്, അപ്പാന്നാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിറയ്ക്കും. അതുപോലുള്ള ഒരു സ്ഥാനമാണ് എലീശ പ്രവാചകൻ ആ സമയത്തുള്ളത്. അപ്പോൾ നീ ഇത് പറഞ്ഞാൽ മതി, നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, നിൻ്റെ വസ്തുവിന് കരമൊഴിവ് മേടിച്ചു തന്നോ, നിനക്ക് എന്ത് വേണോ അത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ശൂന്യക്കാരത്തി പറഞ്ഞു, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ പാർക്കും, ആവശ്യത്തിന് സ്വത്തുണ്ട്, കിടക്കാനിടമുണ്ട്, വയലുണ്ട്, കൊയ്ത്തുണ്ട്, വേലക്കാരത്തികളുണ്ട്, സുഭിക്ഷമാണ്. എനിക്കൊന്നിനും എൻ്റെ ആവശ്യമില്ല, എനിക്കൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. ഞാനിതൊന്നും പ്രതീക്ഷിച്ചല്ല ഇതൊന്നും ചെയ്തത്. ഞാൻ ഇതൊന്നും വിചാരിച്ചല്ല ചെയ്തത്. അവിടെ നിന്നൊരു കർത്താവിൻ്റെ ദാസൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവൻ, ദൈവത്തെ മാനിച്ചിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. അവളങ്ങ് പോവുകയും ചെയ്തു. അന്നേരമാണ് ഗേഹസി പറയുന്നത്, ഗേഹസിയോട് ചോദിച്ചപ്പോൾ ഗേഹസി പറയുന്നത്, കർത്താവിൻ്റെ ദാസനെ, അവൾക്ക് മക്കളില്ല. ഭർത്താവ് വൃദ്ധനാ. അപ്പോൾ പെട്ടെന്ന് എലീശ അവളെ വിളിച്ച് ശൂന്യക്കാരത്തി വന്നു നിന്നു. ശൂന്യക്കാരത്തിയെ അടുത്ത വർഷം ശൂന്യക്കാരത്തി വന്നു നിന്നു. ശൂന്യക്കാരത്തിയെ നീ, അവള് പറഞ്ഞു, എൻ്റെ യജമാനെ എന്നോട് ഭോഷ്ക് പറയല്ലേ, മാത്രമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കാര്യം സാധിച്ചെന്നിരിക്കട്ടെ, ഇനി അതിനെ തുടർന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരു ചതിയായിത്തീരും. ഞാനിതൊന്നും കണ്ടിട്ടല്ല ഇത് ചെയ്തത്, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്തത്, ദൈവത്തെ ഓർത്ത് മാത്രം ചെയ്തതാണ്. നമ്മൾ വായിച്ചു കേട്ടല്ലോ, 3 കാര്യങ്ങളാണ്. ഒന്ന്,
യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. അവൾ പോയി. സംഭവിച്ചത്, അവൾക്ക് അടുത്ത വർഷം ആയപ്പോഴേക്കും ഒരു ശിശു ജനിച്ചു. അതിശയമായി. കർത്താവിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുന്നവന് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, അവൻ ചോദിക്കുന്ന ആഗ്രഹമല്ല. ചോദിക്കുന്നത് എന്താ? ഒന്നും വേണ്ട, ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല കർത്താവിൻ്റെ ഇത് ചെയ്തത്. ഞാൻ എൻ്റെ ദൈവത്തെ മാനിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നീ ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന് ഞാൻ അറിഞ്ഞിട്ട് ദൈവത്തെ മാനിച്ച് മാത്രം ചെയ്തതാണിത്. നീ അങ്ങനെ പ്രതിഫലം എനിക്ക് തരണേ എന്തിനാ? അങ്ങനെ ചിന്തിച്ചിട്ടല്ല ഞാനിത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുന്നവൻ്റെ ആവശ്യങ്ങൾ വാഗൊണ്ട് ചോദിക്കുന്നതല്ല, ഹൃദയത്തിലുള്ള ആവശ്യങ്ങളുണ്ട്. ഇതൊരു ദുഃഖമാണ്. താൻ ഒരു സ്ത്രീയാണ്. ബാല്യം മുതലുള്ള ജീവിതം, വിവാഹ ജീവിതം, ഒരു വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയുടെ സ്വപ്നമാണ്. അതിനാൽ ഫലം കായ്ക്കുന്നത് തലമുറയാണ്. അത് അവളുടെ ജീവിതാഭിലാഷമാണ്. അത് അവൾക്ക് ആഗ്രഹമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആ പ്രതീക്ഷയില്ല. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിലൊരാശ കിടക്കുന്നുണ്ട്. അത് അവൾ പോലും അറിയുന്നില്ല. ദൈവം കാണുന്നു. ഇവൾക്കൊരു ശിശു ജനിക്കുമെന്നും അത് എന്നേക്കും അവകാശമായി കിട്ടുമെന്നുമുള്ളത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അത് അവളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്നുണ്ട് ആ ആശ. പുറമേ എന്തെല്ലാം പറഞ്ഞാലും, പുറമേ അവൾ വേണ്ടാന്ന് പറയുന്നു, പുറമേ അവളുടെ പ്രാർത്ഥിക്കാറേ ഇല്ല, അവൾ ആ വിഷയത്തിന് വേണ്ടി ഇപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല. എന്നാൽ ദൈവഹൃദയത്തെ കാണുന്നു. വേണ്ട എന്ന് പറഞ്ഞ് അവളുടെ വഴിക്ക് പോയതിന് ശേഷം അവളെ വിളിച്ചു കൊണ്ടുവന്നു. നീ ഒരു ശിശുവിനെ അണച്ചുകൊള്ളു. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുന്ന ദൈവം. ഒന്നാമത്തെ, മനുഷ്യർ പലതും ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, എല്ലാം പ്രശംസയ്ക്ക് വേണ്ടിയിട്ട്, മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അത് ചെയ്തു കൂട്ടുന്നു. എന്നാൽ ദൈവത്തെ നോക്കി, ദൈവത്തെ ആശ്രയിച്ച് ഇത് ദൈവമല്ലാതെ വേറെ ആരും കാണേണ്ട കാര്യമില്ല എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് ചെയ്യുന്നു എന്നതുപോലെ ചെയ്യുന്നവരുണ്ട്. ദൃഷ്ടിസേവയല്ല, പിന്നെയോ ക്രിസ്തുവിനെ തന്നെ സേവിച്ച് ചെയ്യുന്ന വേലയുണ്ട്, പ്രവൃത്തിയുണ്ട്. വേണ്ടെന്ന് പറഞ്ഞാലും ഹൃദയത്തിൽ കിടക്കുന്ന ആഗ്രഹങ്ങളെ അത് നിമിത്തം പ്രാപിപ്പാൻ വചനത്തിൽ വ്യവസ്ഥയുണ്ട്. രണ്ടാമത്തെ കാര്യം, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. രണ്ടാമത്, ദേശത്ത് പാർത്ത് വിശ്വസിയാചരിക്കുക. അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ദേശത്ത് പാർത്ത് വിശ്വസിയാചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിക്കുന്നുണ്ട്, മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. പിന്നെ ദേശം, ഭൂമി ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ മുഴുവൻ ലോകവും കിടക്കുന്നത് ദുഷ്ടൻ്റെ അധീനതയിലാണ്. ദുഷ്ടൻ അത് തൻ്റെ കീഴിലുള്ള ദുഷ്ടന്മാർക്ക്, ദുഷ്ടശക്തികൾക്ക് ഭൂമിയെ പങ്കിട്ട് കൊടുത്തിരിക്കുക. ഈ പങ്കിട്ട് കൊടുത്ത വാഴുന്ന ആ ശക്തികൾക്കാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, ദേശാധികാരങ്ങൾ എന്നൊക്കെ പറയുന്ന അവരാണ്.
എല്ലാ ദേശത്തിനും അതിൻ്റേതായ ഒരു ശക്തി, അതിൻ്റെ ഭരണശക്തിയുണ്ട്. ജാതികൾ അതിനെ സേവിക്കും. ഏതെങ്കിലും ദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ദേശത്തെ ആരാധിക്കുന്ന, ആ ദേശത്തെ ശക്തി ആരാധിക്കുന്ന ജാതികൾ, അവർക്ക് ഒരാരാധന ശക്തിയുണ്ട്, അവർക്ക് ഒരു ആരാധന ആലയമുണ്ട്, അവർക്ക് അതിനെ ആധാരമാക്കിയിട്ടൊരു ഉത്സവമുണ്ട്, അതിനെ ആധാരമാക്കിയിട്ട് ഒരു വഴിപാടുണ്ട്. അവിടെ അതുപോലെ ആ ദേശത്തിന് ഒരു സ്വഭാവമുണ്ട്. ഇപ്പം എന്തൊക്കെയുണ്ട്? ആ ദേശത്തുള്ളവർക്കൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഈ ഇരിക്കുന്ന ആരാധന ശക്തിയുടെയാണ്. ഈ ആരാധന ശക്തി അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കത്തിക്കുത്ത്, അടിപിടി, അല്ലെങ്കിൽ മദ്യപാനം, വ്യഭിചാരം, ഇതൊക്കെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ ശക്തികളുടെ, അവിടെ വാഴുന്ന ശക്തിയുടെ, ആ ദുഷ്ടശക്തിയുടെ സ്വഭാവമാണ് അതൊക്കെ. ഒരു സ്വഭാവമുണ്ട്. 2, അവിടെ ഒരു ആരാധനാലയം ഉണ്ട്, അവരെ ഉണ്ടാകും. 3, ഇതിനെ സംബന്ധിച്ചൊരു ഉത്സവം അവർക്കുണ്ട്. 4, ഈ ഉത്സവത്തിനൊരു വഴിപാടുണ്ട്. ഇത്രയും കാര്യങ്ങൾ എല്ലാ ദേശത്തും ഉള്ളതാണ്. അപ്പോൾ അവിടെ പുതിയതായിട്ട് ഒരാൾ വന്ന് താമസിക്കുക, കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ പോയി അവിടെ താമസിക്കുക. ആരാധനാലയത്തിൽ അവൻ ചെല്ലണം, അവിടുത്തെ ഉത്സവത്തിൽ പങ്കുകൊള്ളണം, അവിടുത്തെ വഴിപാട് സ്വീകരിക്കണം, അവിടുത്തെ സ്വഭാവം വെളിപ്പെടുത്തണം. ഈ കാര്യങ്ങളൊക്കെയും ചെയ്താൽ അതിനോട് ചേർന്നങ്ങ് പോകും. അവരെയാണ് പറയുന്നത് ദേശത്ത് പാർത്ത് ദേശത്തോട് വിശ്വസ്തയാചരിക്കുന്നവർ. എന്നാൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ, ജീവനുള്ള ദൈവത്തിൻ്റെ പൈതൽ, ഞാൻ ആരാധിക്കുന്ന ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ്, അവൻ രാജാധിരാജാവും കർത്താധി കർത്താവുമാണ്, അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, അന്യദൈവങ്ങൾ ഉണ്ടാകരുത്. അവിടെ ഒരു ഉത്സവമുണ്ട്. ജാതികൾ തങ്ങളുടെ ദേശത്ത് വെച്ച്, തങ്ങളുടെ സ്ഥലത്ത് വെച്ച് മുടിഞ്ഞു പോകുന്ന രാത്രിയെ മോഹിക്കാൻ പാടില്ല. അവിടെ ചാട്ടവും തുള്ളലും പല കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. അത് ഒരു ദിവസം അത് നാശത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഉത്സവത്തിൽ എനിക്ക് പങ്കില്ല. അവിടെ ഒരു വഴിപാടുണ്ട്. വിഗ്രഹാർപ്പിതം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം, രക്തം, ഇത് 4 എനിക്ക് പാടില്ലാത്തതാകുന്നു, അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൽ ഞാൻ പങ്കുകൊള്ളേണ്ടതല്ല. കാരണം സകല ജാതികളും താങ്കളുടെ ദേവന്മാരുടെ നാമത്തിൽ നടക്കുന്നു, ഞാനോ എൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ നടക്കുന്നു. എൻ്റെ കർത്താവ് എനിക്ക് പിന്തുടരാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു, അവൻ്റെ സ്വഭാവമേ ഞാൻ വെളിപ്പെടുത്തു. ഇവനാണ് ദേശത്ത് പാർത്ത് ദൈവത്തോട് വിശ്വസ്ത കാണിക്കുന്നത്. ഒരു കൂട്ടർ ദേശത്ത് പാർത്ത് ദേശത്തോട് വിശ്വസ്തത, ഒരു കൂട്ടർ ദേശത്ത് പാർത്ത് ദൈവത്തോട് വിശ്വസ്തത. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഇത്. ഇതിനോട് മല്ലിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഏത് കഷ്ടം സഹിച്ചും വേർപാടാചരിച്ച് നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിന് കൊടുക്കും. വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഇതിൻ്റെ പരാജയം, അവരുടെ ഉത്സവത്തിന്, അവരുടെ വഴിപാടിന്, അവരുടെ ആ ദേശത്തിൻ്റെ സ്വഭാവത്തിന്, അവിടുത്തെ എല്ലാം ഇടപെട്ടും അതിനോട് ഇടകലർന്നും സ്വയം മലിനപ്പെട്ട് ദിനം പ്രതി ഹൃദയത്തിൽ ദുഃഖമല്ലാതെ മറ്റൊന്നുമില്ലാതെ ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങളെ നമുക്ക് കാണാം.
എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദേശത്ത് പാർത്ത് ദൈവത്തോട് വിശ്വസ്തത കാണിക്കേ ദൈവം നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. മൂന്നാമത്തതാണ് യഹോവയിൽ തന്നെ രസിക്കണം. ദൈവത്തിൽ തന്നെ രസിക്കണം. ലോകത്തിൽ എവിടെ നോക്കിയാലും രസത്തിനുള്ള സാധ്യതകളാണ്. രസം. രാപ്പകൽ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ ആരാധിക്കുന്നവൻ ഭാഗ്യവാനാണ്. യിരെമ്യാവ് തൻ്റെ കഷ്ടത വർദ്ധിച്ചു വന്നപ്പോൾ കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എനിക്കിങ്ങനെ വരാൻ കാരണമെന്താ? ഞാൻ കളിക്കാരുടെ കൂട്ടത്തിലിരുന്ന് ഉല്ലസിച്ചിട്ടില്ലല്ലോ. രസത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തെ ആശ്രയിച്ചു പോകുന്ന മനുഷ്യരുടെ കാര്യം പറയാം. ഇത് അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം അങ്ങനെ തന്നെ ഇരിക്കുന്നതല്ലാതെ അത് സാധ്യമാകുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസിച്ച് ആചരിക്കുക. ലോത്തിനെ പോലെ ദൈവത്തിൽ തന്നെ രസിക്കുക. യിരെമ്യാവിനെ പോലെ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യേ. ശൂന്യംകാരത്തിയെ പോലെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, വായിൽ പലതുണ്ട്, അതല്ല, ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അന്വേഷിച്ചറിഞ്ഞ് നൽകുന്നവനാണ് ദൈവം. ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നേടുവാൻ ദേശത്ത് പാർത്ത് വിശ്വസ്തയായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.